Hi students, in the previous classes we learned direction, cosines and direction ratios of a line, equation of a line both in vector form and Cartesian form, and also angle between two lines. Now we will see how to find the shortest distance between two lines. We know if two lines in space intersect at a point, then the shortest distance between them is 0. Also, if two lines in space are parallel, then the shortest distance between them will be the perpendicular distance, that is, the length of the perpendicular drawn from a point on one line onto the other line. Now suppose in a space the lines does not intersect and they are not parallel. Such pair of lines are non-coplanar and they are called skew lines. ഇതാണ് പറഞ്ഞത്, സ്പേസിൽ രണ്ട് ലൈൻസ് ഒന്നുകിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പാരലൽ ആയിരിക്കും. ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് 0. പാരലൽ ആണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സപ്പോസ് ദ ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ആൻഡ് ദേ ആർ നോട്ട് പാരലൽ. ഇൻ്റർസെക്റ്റും ചെയ്യില്ല പാരലലും അല്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ലൈൻസിനെയാണ് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. അത് കോപ്ലാനാർ ആവില്ല, ഒരേ പ്ലെയിനിലല്ല. ഒരേ പ്ലെയിനിലാണെങ്കിൽ അത് ഒന്നുകിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ പാരലൽ ആവണ്ടേ. ഇത് രണ്ടും അല്ലാത്ത ലൈൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ കോപ്ലാനാർ. സച്ച് ലൈൻസ് ആർ കോൾഡ് സ്ക്യൂ ലൈൻസ്. ഇനി ആ ഫിഗറിൽ ക്യൂബോയിഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ GE ലൈനും അതുപോലെ BD ലൈനും അത് രണ്ടും വേറെ വേറെ പ്ലെയിനിലാണ്. അപ്പം അത് കാരണം ഇൻ്റർസെക്റ്റും ചെയ്യില്ല പാരലലും അല്ല. ദേ ആർ സ്ക്യൂ ലൈൻസ്. For skew lines, line of shortest distance will be perpendicular to both the lines. Now let us see the formula for distance between two skew lines. Suppose the two lines L1 and L2 are given by vector R is equal to vector A1 plus lambda vector B1 and vector R is equal to vector A2 plus mu vector B2. ഇപ്പോൾ ഫിഗർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ A1. Let that point be S. സെക്കൻഡ് ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ A2. Let that point be T. Now join S and T. Now PQ is the shortest distance between the two lines. Then PQ is perpendicular to both the lines L1 and L2. Now we are going to find the length of PQ. Let it be D. Now vector PQ will be equal to D into n cap. ഡിസ്റ്റൻസും കൊടുക്കുക, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ യൂണിറ്റ് വെക്റ്റർ എൻ ക്യാപ്പ് കൊടുക്കുക. ദെൻ എൻ ക്യാപ്പ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻ L1 ആൻഡ് ലൈൻ L2. Therefore we can write n cap is equal to B1 cross B2 divided by magnitude of B1 cross B2. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു B1 ആൻഡ് B2 അല്ലേ എടുക്കണ്ടേ. B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷനാണ്, B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ലൈനിനും സെക്കൻഡ് ലൈനിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ B2. ഇതാണ് എൻ ക്യാപ്പ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് PQ ആണ്. അത് ലൈൻ L1നും L2നും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് PQനെ എങ്ങനെ എഴുതാം? പ്രൊജക്ഷൻ ഓഫ് ST ഓൺ PQ എന്ന് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ST കോസ് തീറ്റ. കാരണം പ്രൊജക്ഷൻ്റെ ഫോമുല നമുക്കറിയാം. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി നമ്മൾ എഴുതുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കതിന് ST കോസ് തീറ്റ എന്ന് എഴുതാം. നൗ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൻ്റെ നമ്മൾ ഫോമുല യൂസ് ചെയ്തിട്ട് കോസ് തീറ്റ എഴുതുകയാണെങ്കിൽ ആബ്സലൂട്ട് വാല്യൂ ഓഫ് വെക്റ്റർ PQ ഡോട്ട് വെക്റ്റർ ST ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ PQ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ST എന്ന് കിട്ടും. അതിൽ വെക്റ്റർ PQവിന് നമ്മൾ DN ക്യാപ്പ് എന്ന് കൊടുക്കുക ഡോട്ട്. ഇനി വെക്റ്റർ STനെ പൊസിഷൻ വെക്റ്റർ ഓഫ് T മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് S എന്ന് എഴുതാം. ദാറ്റ് ഈസ് വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡിവൈഡഡ് ബൈ PQവിന് വെക്റ്റർ PQവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ PQ ആണ്. PQവിന് നമുക്ക് D എന്ന് കൊടുക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ST എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ST ആണ്. ഇനി ഡിയും ഡിയും ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ആബ്സലൂട്ട് വാല്യൂ ഓഫ് എൻ ക്യാപ്പിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരത്തെ കണ്ട യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ആബ്സലൂട്ട് വാല്യൂ ഓഫ്
vector b1 cross vector b2 dot vector a2 minus vector a1 divided by st into magnitude of b1 cross b2 എന്ന് കിട്ടും. Therefore d equal to pq equal to st cos theta equal to എന്ത് വരും? absolute value of b1 cross b2 dot a2 minus a1 divided by magnitude of b1 cross b2. അതിങ്ങനെ മാറ്റി എഴുതാം. absolute value of vector a2 minus vector a1 dot vector b1 cross vector b2 divided by magnitude of vector b1 cross vector b2. അപ്പോൾ ഈ ഫോമിൽ പഠിച്ച് വയ്ക്കുക. ഡോട്ട് അവിടെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ഓരോന്നിനും വെക്ടറിൻ്റെ സിമ്പൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഫോമിൽ ഇതാണ് ആബ്സലൂട്ട് വാല്യൂ ഓഫ് വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വൺ ഡോട്ട് വെക്ടർ ബി വൺ ക്രോസ് വെക്ടർ ബി ടു ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി വൺ ഇൻറ്റു വെക്ടർ ബി ടു. ഈ ഫോമുല പഠിക്കുക. കാരണം ഇതിൻ്റെ ന്യൂമറേറ്റർ ഇപ്പോൾ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ ഫോമുലാവും. എ ടു മൈനസ് എ വൺ ഡോട്ട് ബി വൺ ക്രോസ് ബി ടു എന്ന് പറയുമ്പോൾ അത് ബോക്സ് പ്രൊഡക്റ്റിൻ്റെ ഫോമിലാണ്. അപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലാക്കുമ്പോൾ നമുക്കതിനെ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം ന്യൂമറേറ്റർ. Now we will see the Cartesian form. Suppose the lines are given by x minus x1 by a1 equal to y minus y1 by b1 equal to z minus z1 by c1 and x minus x2 by a2 equal to y minus y2 by b2 equal to z minus z2 by c2. Then shortest distance between the lines is given by absolute value of numerator ബോക്സ് പ്രൊഡക്റ്റ് ആകാൻ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് എഴുതാം. അതിൽ ആദ്യത്തെ റോ നമ്മൾ എഴുതേണ്ടത് വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വണ്ണിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, സെഡ് ടു മൈനസ് സെഡ് വൺ. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എ വൺ, ബി വൺ, സി വൺ. തേർഡ് റോ സെക്കൻഡ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എ ടു, ബി ടു, സി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വൺ ക്രോസ് ബി ടു ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? root of b1c2 minus b2c1 whole square plus c1a2 minus c2a1 whole square plus a1b2 minus a2b1 whole square. ഈ ഫോമിൽ പഠിക്കണമെന്നില്ല, മറ്റേ വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ലൈൻസ് വെക്റ്റർ ഫോമിൽ തന്നാലും കാർട്ടീഷ്യൻ ഫോമിൽ തന്നാലും നമുക്കത് യൂസ് ചെയ്ത് ചെയ്യണതായിരിക്കും എളുപ്പം. കാർട്ടീഷ്യൻ ഫോമിൽ ആണ് ലൈൻസ് തരണേന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെക്ടർ ബി വൺ എഴുതുക, വെക്ടർ ബി ടു എഴുതുക, അതുപോലെ വെക്ടർ എ വണ്ണും വെക്ടർ എ ടു അതിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മറ്റേ ഫോമുല മാത്രം പഠിച്ചാലും മതി. ഇത് പഠിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ മറ്റേ ഫോമുല പഠിച്ചാൽ മതി കേട്ടോ. Now we will do problems. Example 11. Find the shortest distance between the lines L1 and L2 whose vector equations are vector r is equal to I plus j plus lambda into 2i minus j plus k and vector r is equal to 2i plus j minus k plus mu into 3i minus 5j plus 2k. ഇവിടെ രണ്ട് ഇക്വേഷനും വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് വെക്റ്റർ ഫോം അറിയാം. രണ്ട് ലൈൻ എടുക്കേണ്ടത് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എ വൺ പ്ലസ് ലാംഡ ബി വൺ, അതേപോലെ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എ ടു പ്ലസ് മ്യൂ ബി ടു എന്നാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് വെക്റ്റർ എ വണ്ണും വെക്റ്റർ ബി വണ്ണും എഴുതാം, അതുപോലെ വെക്റ്റർ എ ടുവും വെക്റ്റർ ബി ടു എഴുതാം. ഹിയർ വെക്റ്റർ എ വൺ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ, വെക്റ്റർ ബി വൺ ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ, vector a2 is equal to 2i plus j minus k, vector b2 is equal to 3i minus 5j plus 2k. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് ഈ 4 വെക്റ്റേഴ്സും തെറ്റ് കൂടാതെ എഴുതി വയ്ക്കണം ആദ്യം. ഇനി നമുക്ക് ഫോമുല അറിയാം, അതിൽ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വെക്റ്റർ എ ടു മൈനസ് വെക്റ്റർ എ വൺ ഇറ്റ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് കെ. ഇനി ബി വൺ ക്രോസ് ബി ടു കാണാം. ബി വൺ ക്രോസ് ബി ടു ഈസ് ഡിറ്റർമിനൻ്റ് ഐ ജെ കെ. ബി വണ്ണിൻ്റെ കമ്പോണൻസ് 2 മൈനസ് 1 1, ബി ടുവിൻ്റെ കമ്പോണൻസ് 3 മൈനസ് 5 2. ഡിറ്റർമിനൻ്റ് വാലുവേറ്റ് ചെയ്യുമ്പോൾ 3i മൈനസ് ജെ മൈനസ് 7k എന്ന് കിട്ടും. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വൺ ക്രോസ് ബി ടു ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 പ്ലസ് 49 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 59. നെക്സ്റ്റ്
ന്യൂമറേറ്റർ ചെയ്യാം. വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡോട്ട് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 ചെയ്യാം. അപ്പോൾ വരുന്നത് ഇതായിരിക്കും 1 ഇൻറ്റു 3 പ്ലസ് 0 ഇൻറ്റു -1 പ്ലസ് -1 ഇൻറ്റു -7 വിച്ച് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ D is equal to absolute value of vector A2 minus vector A1 dot vector B1 cross vector B2 divided by magnitude of vector B1 cross vector B2, and it is equal to absolute value of 10 by root 59 വരും. That is equal to 10 by root 59. ഇതിൽ സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിരിക്കണം. ഡോട്ടിൻ്റെ അവിടെ ഡോട്ട് ക്ലിയർ ആയിട്ട് കാണണം. പിന്നെ വെക്റ്ററിൻ്റെ സിമ്പിൾ ഫോമുലയിലായാലും വെക്റ്ററിൻ്റെ സിമ്പിൾ കാണണം. പിന്നെ IJKക്കൊക്കെ ക്യാപ്പും കൊടുക്കണം കേട്ടോ. ഓരോന്നായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഫോമുല എഴുതിയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആവും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫോമുല പഠിച്ചു വയ്ക്കുക. Now we will do some more problems. Question number 1. Find shortest distance between the lines x plus 1 by 7 equal to y plus 1 by -6 equal to z plus 1 by 1 and x minus 3 by 1 equal to y minus 5 by -2 equal to z minus 7 by 1. Here the lines are given in Cartesian form. First line passes through the point -1, -1, -1. Therefore, we can write vector A1 is equal to -I minus j minus k. Second line passes through the point 3, 5, 7. Therefore, we can write vector A2 is equal to 3i plus 5j plus 7k. Now, direction ratios of first line is 7, -6, 1. Therefore, vector B1 is equal to 7i minus 6j plus k. Direction ratios of second line is 1, -2, 1. Therefore, vector B2 equal to I minus 2j plus k. Now, vector A2 minus vector A1 is equal to 4i plus 6j plus 8k. Vector B1 cross vector B2 equal to determinant IJK 7 minus 6, 1, 1, -2, 1. Equal to I into -6 plus 2 minus j into 7 minus 1 plus k into -14 plus 6 which is equal to -4i minus 6j minus 8k. Now magnitude of B1 cross B2 equal to root of -4 square plus -6 square plus -8 square which is equal to root 16 plus 36 plus 64, and it is equal to root of 116. Now vector A2 minus vector A1 dot vector B1 cross vector B2 equal to 4 into -4 plus 6 into -6 plus 8 into -8 which is equal to -16 minus 36 minus 64, and it is equal to -116. Therefore, shortest distance between the lines is D is equal to absolute value of vector A2 minus vector A1 dot vector B1 cross vector B2 divided by magnitude of vector B1 cross vector B2. It is equal to absolute value of -116 divided by root 116, and it is equal to root 116 units. Now question number 2. Find the shortest distance between the lines. Vector R is equal to 1 minus t into I plus t minus 2 into j plus 3 minus 2t into k, and vector R is equal to s plus 1 into I plus 2s minus 1 into j minus 2s plus 1 into k. ഇവിടെ ലൈൻസ് വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ R is equal to a plus lambda b ഫോം അല്ല. ഫസ്റ്റ് ലൈനിലെ പാരാമീറ്റർ ടിയും സെക്കൻഡ് ലൈനിലെ പാരാമീറ്റർ എസ്സും ആണ്. അപ്പോൾ നമുക്ക് R equal to a plus lambda b ഫോമിലേക്ക് ആക്കി എഴുതണം. അപ്പോൾ ഗിവൺ ലൈൻസ് ക്യാൻ ബി റിട്ടൺ ആസ് വെക്റ്റർ R is equal to I minus 2j plus 3k plus t into minus I plus j minus 2k. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വെക്റ്റർ R is equal to t ഇല്ലാത്ത ടേംസൊക്കെ ഒരുമിച്ച് എഴുതി പ്ലസ് ടി ഉള്ള ടേംസ് ഒരുമിച്ച് എഴുതുകയാണെന്ന് ടി ഔട്ട്സൈഡ് എടുത്തിട്ടാണ് രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത്.
Similarly, second line can be written as vector r is equal to I minus j minus k plus s into I plus 2j minus 2k. From first line we can write vector a1 is equal to I minus 2j plus 3k and vector b1 is equal to minus I plus j minus 2k. From second line we can write vector a2 is equal to I minus j minus k. Vector b2 is equal to I plus 2j minus 2k. Now vector a2 minus vector a1 is equal to 0I plus j minus 4k. Now vector b1 cross vector b2 equal to determinant I j k minus 1 1 negative 2 1 2 negative 2 and it is equal to I into negative 2 plus 4 minus j into 2 plus 2 plus k into negative 2 minus 1 that is equal to 2i minus 4j minus 3k. Now magnitude of b1 cross b2 equal to root of 2 square plus negative 4 square plus negative 3 square and it is equal to root of 4 plus 16 plus 9 that is root 29. Now vector a2 minus vector a1 dot vector b1 cross vector b2 equal to 0 into 2 plus 1 into negative 4 plus negative 4 into negative 3 and it is equal to 0 minus 4 plus 12 which is equal to 8. Therefore, shortest distance between the lines is D is equal to absolute value of vector a2 minus vector a1 dot vector b1 cross vector b2 divided by magnitude of vector b1 cross vector b2 and it is equal to absolute value of 8 by root 29 and answer is 8 by root 29 units.